Blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യമേ ഞാൻ അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങളോട് പറയാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ലോകം എമ്പാടും അനേക രാജ്യങ്ങളിൽ അനേക ലക്ഷ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷർ, മകളുടെ ബർത്ത്ഡേ നാളെയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മോൾക്ക് ജോലിയിലും നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും വിവാഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഈ വെൽവിഷറുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, സാമ്പത്തികമായ ഒരു സ്ഥിരത ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ മണി ആർ, സിമി, അനുഷ മണി, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വൈഫ് സിമിയുടെ ബർത്ത്ഡേ 22 ഫെബ്രുവരിയിലാണ്. നല്ല ഒരു ജോലി മണിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മകൾ അനുഷ്കയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെ കൂടെ വരുന്ന ആ പനി വിട്ടുമാറാനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കാം. കൂടാതെ KC ജോസഫ്, മരുമകൻ ഷൈജുവിന് വേണ്ടിയിട്ട് സ്ഥിരമായൊരു ജോലി ലഭിക്കാൻ, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സകല രോഗങ്ങളിൽ നിന്നൊരു പരിപൂർണ്ണ സൗഖ്യം ഉണ്ടാകാൻ. ഏലമ്മ സഖറിയാസ്, ബെന്നി സഖറിയാസ്, അതുപോലെ ബെന്നി സെബാസ്റ്റ്യൻ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബെന്നി സഖറിയാസിന് ബ്രെയിൻ ട്യൂമറിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കിട്ടാൻ, ബെന്നി സെബാസ്റ്റ്യൻ്റെ മകൻ മെൽവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ദൈവികമായ ഒരു വലിയ വിടുതൽ ഉണ്ടാകാൻ വേണ്ടി. അതുപോലെ ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കൈകൾ രണ്ടും ഇവിടെ പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ മേൽ കൈവച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഇതിലേക്ക് കൈനീട്ടി പിടിക്കാം. ഈ വായിച്ചു കേട്ടത് കൂടാതെ വേറെയും പ്രാർത്ഥനാ വിഷയങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ സ്പോൺസേഴ്സിൻ്റെ എല്ലാം നമുക്ക് സമയക്കുറവുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കൈനീട്ടുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കും സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവ് കൂടെ ഇതിലേക്ക് കൈനീട്ടിയിട്ടുണ്ട്. ഇതിലെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. വലിയ ഒരു അനുഗ്രഹം ഇതിൻ്റെ ഓരോരുത്തിൻ്റെ മേൽ കർത്താവേ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, വിവാഹങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബർത്ത്ഡേസ് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. സകല അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും അതുപോലെ എവിടെയെല്ലാം ഏതെല്ലാം വിഷയത്തിൽ വിടുതൽ ആവശ്യമുണ്ടോ അതിലെല്ലാം കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം നാളുകളിൽ കർത്താവേ അങ്ങയ്ക്ക് അനേകം നന്ദി കരേറ്റുന്ന പ്രൈസ് റിപ്പോർട്ട്സായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഈ നിമിഷം മുതൽ മിറക്കിൾസ് ആരംഭിച്ചതിനായി നന്ദി. ജീസസ് നെയ്മ്, ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് for sponsoring today's episode. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം ഫെബ്രുവരി 20 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കിളിമാനൂർ ഫെബ്രുവരി 21 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, കിളിമാനൂർ, തിരുവനന്തപുരം. വിശുദ്ധനാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. The story of the Bible
regarding Egypt starts when Jacob's favorite son Joseph was sold to the Midianites, and they caught him and they brought him to Egypt, one man. എനിക്ക് തോന്നുന്നു ബൈബിളിൽ ഈജിപ്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് യാക്കോബിന്റെ ഏറ്റവും ഇഷ്ടപുത്രനായ യോസേഫ് മിസ്രൈമിലേക്ക് അടിമയാക്കി വിൽക്കപ്പെട്ടു. ഈ യോസേഫ് ഈജിപ്തിലേക്ക് വന്നത് തുടങ്ങിയാണ് ബൈബിളിൽ ഈജിപ്തിനെ കുറിച്ചുള്ള ചരിത്രം തുടങ്ങുന്നത്. Do you know that Joseph is an Old Testament type of Jesus? നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിലെ യേശുവിന്റെ പഴയ നിയമത്തിലെ ഒരു നിഴലാണ് അല്ലെങ്കിൽ പ്രതിരൂപമാണ് യോസെഫ്. Most of the things that happened in the life of Joseph happened in a similar way in the life of Jesus. യോസെഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. For example, Joseph was sold for 20 pieces of silver. Jesus was sold for 30 pieces of silver. യോസെഫ് 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടു, യേശു 30 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടു. Both of them were cheated or sold out by own brothers. രണ്ടുപേരും സ്വന്തം സഹോദരന്മാർ വഞ്ചിക്കപ്പെട്ടു. Both of them were put down and they came to the lowest point in life. From there, God lifted them both to the highest point. ഈ രണ്ടുപേരും ഏറ്റവും അധമ രീതിയിലേക്ക്, ഏറ്റവും താഴ്ന്ന രീതിയിലേക്ക് തള്ളപ്പെട്ടു. എന്നാൽ ദൈവം അവർ രണ്ടുപേരെയും ഏറ്റവും ഉയർത്തി, ഏറ്റവും അധികാരത്തിലിരുത്തി. There are so many similarities. അങ്ങനെ ഒത്തിരി താരതമ്യം ചെയ്യാൻ സാധിക്കും രണ്ടുപേരെയും തമ്മിൽ. Now listen to me. This man became increased to around 70 people. ഈ വ്യക്തി 70 പേരായി വർദ്ധിച്ചു. Now listen to me. The 70 people became 6 million. ഈ 70 പേർ 6 ലക്ഷമായി മാറി. Hallelujah. Hallelujah. And all these 6 people were slaves. പക്ഷേ ഈ 6 ലക്ഷം ആളുകളും അടിമകളായിരുന്നു. People started increasing here. ആളുകൾ ഇവിടെ വർദ്ധിക്കാൻ തുടങ്ങി. But at the same time, അതേസമയം തന്നെ in the midst of that struggle, ആ അടിമത്തത്തിന്റെ ഇടയിലും, in the midst of that misery, ആ മിസ്രൈമിന്റെ അനുഭവത്തിനിടയിൽ God came down from heaven to this land. ദൈവം താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. Hallelujah. Hallelujah. With his outstretched arms, he gave an exodus to his people. താൻ തന്നെ നീട്ടിയ ഭുജത്താൽ തന്റെ ജനത്തെ ഒരു പുറപ്പാടിനായി അവൻ കടന്നു വന്നു. I have another great news for you. മറ്റൊരു നല്ലൊരു വാർത്തയുള്ളത്, God used കർത്താവ് ഉപയോഗിച്ചത് a stammerer to lead so many lakhs of people. ഇത്രയും ലക്ഷം ആൾക്കാരെ മുൻപോട്ട് നയിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഒരു വിക്കനായ വ്യക്തിയായിരുന്നു. God trained Moses in the palace to use him in the wilderness. കർത്താവ് തൻ ഫറവോന്റെ കൊട്ടാരത്തിൽ നല്ലൊരു പരിശീലനം മോശയ്ക്ക് ലഭിച്ചു. കാരണം മരുഭൂമിയിലൂടെ ജനത്തെ കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തം തനിക്കുണ്ട്. And God trained Joseph in the wilderness to be used in the palace. God's ways are amazing. എന്നാൽ യോസഫിനെ കർത്താവ് മരുഭൂമിയിൽ പരിശീലനം നൽകി കൊട്ടാരത്തിൽ ഉപയോഗിക്കാൻ. Somebody say hallelujah. കർത്താവിന് വ്യത്യസ്തമായ വഴികളുണ്ട്. Hallelujah. Hallelujah. After the Passover, when they started from here, പെസഹ കഴിഞ്ഞപ്പോൾ അവർ പുറപ്പെട്ട ശേഷം, when they were going, God himself, he came down in the pillar of fire and in the pillar of cloud. ദൈവം തന്നെ ഈ ജനം രാത്രിയിലും പകലൊക്കെ കടന്നു പോകുമ്പോൾ ഏറ്റവും മുൻപിൽ ഒരു അഗ്നി തൂണായി ദൈവം മുൻപിൽ നിൽക്കുകയും മാത്രമല്ല ഒരു മേഘസ്തംഭമായി ജനത്തിന്റെ മുകളിൽ കർത്താവിന്റെ മേഘമുണ്ടായിരുന്നു. Can I tell you something? ഞാൻ പറയട്ടെ, God himself is a personal guardian. ഞാൻ പറയട്ടെ, ദൈവം തന്നെയാണ് നിങ്ങളുടെ സംരക്ഷകൻ. Hallelujah. Hallelujah. The same God is our God. ആ ദൈവം തന്നെയാണ് നമ്മൾ സേവിക്കുന്നത്. That's why Jesus said in Matthew 28 and verse number 20, behold, I am with you always, even to the end of the age. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ൽ യേശു പറഞ്ഞത്, ഞാൻ അന്ത്യത്തോളം, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. In this region here and across, God led them 40 years. ഈ ഒരു ഭാഗത്തായിട്ട് കർത്താവ് അവരെ 40 വർഷം പുലർത്തി. I have a message for you. ഞാൻ നിങ്ങളുടെ സന്ദേശം പറയട്ടെ. The same God is your provider.
അതേ ദൈവം തന്നെയാണ് നിങ്ങളെയും പുലർത്തുന്നത്. Tell a neighbor, the same God is your provider. അടുത്തിരിക്കുന്ന ആൾ തട്ടിയിട്ടെന്ന് പറഞ്ഞ്, അതേ ദൈവം തന്നെയാണ് നിന്റെ കാര്യം നോക്കുന്നത്, അതേ ദൈവം തന്നെ നിന്നെ നോക്കിക്കോളും, നിന്നെ പുലർത്തിക്കോളും. Hallelujah. ഹല്ലേലൂയ. And one more thing I'm going to tell you is about the Red Sea crossing. ഞാൻ ആ ചെങ്കടൽ കടന്നതിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ എക്സ്ട്രാ This പറയുകയാണ്. is very interesting. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. See, in Egypt, the people of Israel were in a region called Goshen. ഈജിപ്തിൽ ഇസ്രായേൽ മക്കൾ താമസിച്ചിരുന്നത് ഗോഷൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ Goshen. After Passover, they started from Goshen. അവർ പെസഹയ്ക്ക് ശേഷം അവർ ഗോഷനിൽ നിന്നാണ് അവർ പുറപ്പെട്ടത്. Through Sukkoth they traveled. സുക്കോത്ത് എന്ന് പറയുന്ന താഴ്വരയിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. When lakhs of people set out from Egypt to cross the sea, ഒത്തിരി ലക്ഷക്കണക്കിന് ആളുകൾ ഈ ചെങ്കടലിന് മുമ്പ് ഇതിൽ മുൻപിൽ വന്ന് നിന്നപ്പോൾ the Pharaoh's army also followed them, chased them. ഫറവോന്റെ സൈന്യവും ഇവരെ പുറകെ പിന്തുടർന്നു വന്നു. And all of them started crying to the Lord. ഒരു ഉറക്കെ കർത്താവിനോട് നിലവിളിക്കാൻ തുടങ്ങി. Why did they cry? എന്തുകൊണ്ടാണ് അവർ കരഞ്ഞത്? They had no way to go. കാരണം അവരുടെ മുൻപിൽ പോകാൻ ഒരു വഴിയില്ല. Behind it was the Pharaoh's army. പുറകെ ഇതാ ഫറവോന് സൈന്യവും കൊല്ലുവാനായി വരുന്നു. One side there was Baal-Zephon mountain ranges. മറ്റേ ഒരു സൈഡിൽ ബാസിഫോൺ മലനിരകളാണ്. Other side vast expanse of wilderness. മറ്റേ സൈഡിൽ ഉഷ്ണഭൂമിയാണ്, മരുഭൂമിയാണ്. In front of them was the Red Sea. അവരുടെ മുൻപിൽ ചെങ്കടൽ. That was the time people cried out to the Lord. അവിടെ കർത്താവിനോട് അവർ നിലവിളിച്ചു. Hello. We have cried out like that. നമ്മൾ ഇതുപോലെ നിലവിളിച്ചു, Seeing no way before us. മുൻപിൽ ഒരു വഴിയും തുറക്കപ്പെടാതെ. Each such time we have to remember the Red Sea crossing of the people of God. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം ഇസ്രായേൽ മക്കളെ ചെങ്കടലിലൂടെ കൊണ്ടുപോയി നമ്മൾ ഓർക്കണം. It is said that around 2 million people were that time following Moses. 20 ലക്ഷത്തോളം ആളുകൾ ആ റെഡ് സീയിലൂടെ ക്രോസ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. And that time the Bible says God caused an eastern storm to blow at that place. ഒരു കിഴക്കുന്ന് ഭയങ്കരമായ ഒരു കാറ്റിനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു താൻ ആ കടലിലേക്ക് ആഞ്ഞ് അടിക്കുമാറാക്കി. And there was a dry land. ആ കാറ്റ് വന്ന് അടിച്ചപ്പോൾ അവിടെ ഒരു വരണ്ട നിലം രൂപപ്പെട്ടു. On their left and on their right there was water. അവരുടെ ഇടതും വലതേ അറ്റത്തും വെള്ളം ചിറപോലെ നിന്നു. And they started crossing. അവർ അതിലൂടെ വരണ്ട നിലത്തുകൂടി നടന്നു. When they had crossed, അവർ നടന്നു കഴിഞ്ഞപ്പോൾ Pharaoh's army also went in. ആ ഫറവോന്റെ സൈന്യവും പിന്തുടർന്നെത്തി. Do you know what God said? എന്താ കർത്താവ് God asked പറഞ്ഞത്? Moses to stretch out his staff once again. എല്ലാവരും എത്തി കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ വീണ്ടും നിന്റെ വടി ചെങ്കടലിന് നേരെ നീട്ടുക എന്ന് പറഞ്ഞു. And the Red Sea closed. ആ ഷട്ടർ നേരെ അങ്ങോട്ട് അടഞ്ഞു. Hallelujah. ഹല്ലേലൂയ. And the Bible says the whole of Pharaoh's army were drowned. എല്ലാ ഫറവോന്റെ സൈന്യവും ആ ചെങ്കടലിൽ മുങ്ങിപ്പോയി. The next day Egypt had no army. പിറ്റേ ദിവസം ഈജിപ്തിന് ആർമി ഇല്ല. Hello. Did you hear that? നിങ്ങൾ അത് കേട്ടോ? Egypt became an armyless country. അത് മുഖാന്തരം സൈന്യമില്ലാത്ത ഒരു രാജ്യമായി മാറി. You remember in Acts chapter 16, Paul and Silas were worshipping in jail. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്ന് കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. There was an earthquake. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. And all the foundation of the prison shook and everything came down. ആ മുഴു കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കല്ലുകൾ കുലുങ്ങി എല്ലാം കൊളാപ്സ് ആയി. The next day onwards there was no jail to put men of God. പിറ്റേ ദിവസം മുതൽ അവരെ പിടിച്ചിടുവാൻ ഒരു ജയിലുമില്ല, എല്ലാം തകർന്നു പോയി. Hallelujah. Hallelujah. This is God. അതാണ് നമ്മുടെ ദൈവം. One day an enemy will come against you. ഒരിക്കൽ ഒരു ശത്രു നിന്റെ എതിരെ വരാം. But Moses said, these Mizraimites, these Egyptians, you will never see in your life. അവിടെ മോശയോട് പറഞ്ഞു, ഈ മിസ്രയീംകാരെ നീ ഒരിക്കലും കാണുകയില്ല. ആൻറ്റിയുടെ പേര് ശാന്തമ്മ ശശിധരൻ എന്നാണ്. തനിക്ക് 2 ഇരട്ട മക്കളാണ് ഉള്ളത്. അതിൽ ഒരാളുടെ പേര്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ശരത്ത് എന്നാണ് മകൻ്റെ പേര്. അപ്പോൾ തന്നെ മകളുടെ പേര് നിധി എന്നാണ്. ശരത്ത് എൻജിനീയറിങ്ങിന് ആണ് പഠിക്കുന്നത്, സോഫ്റ്റ്വെയർ എടുത്തിരിക്കുന്നത്. നിധി തൻ്റെ മകൾ +2-നാണ് പഠിക്കുന്നത്. ആൻറ്റി പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാൺ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നപ്പോൾ വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറഞ്ഞ പുസ്തകം വാങ്ങിച്ചു.
ഈ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചു. ഒരു പുസ്തകമേ വാങ്ങിച്ചുള്ളൂ, ഇംഗ്ലീഷിലുള്ള ഇന്നേഴ്സ് ഫാക്ടറി വാങ്ങിച്ചു. ആൻറ്റി, അപ്പം ഞാൻ ചോദിച്ചത് എന്തിനു വേണ്ടിയാണ്? മക്കൾക്ക് കൊടുക്കാനാണെന്ന് ആൻറ്റി പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, പഠനത്തിലൊക്കെ അവർ പുറകോട്ടാണെന്ന് ചോദിച്ചു. ആ പഠനത്തിൽ അത്ര വലിയ ഉയർന്ന നിലവാരമൊന്നുമല്ല, എന്നാൽ ആവറേജുമാണെന്ന് പറയാൻ പറ്റും. എന്നാലും വളരെയധികം ബുദ്ധിമുട്ടിയാണ്. കാരണം എഞ്ചിനീയറിംഗിൽ സോഫ്റ്റ്വെയർ ഒക്കെ എടുത്തുകൊണ്ട് ആ മകനെ അതുപോലെയുള്ള ഇതിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മകളും +2 പഠിക്കുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക്, തൻ്റെ മക്കൾക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവരിത് വായിക്കും. ഇതിലെ കാര്യങ്ങൾ പ്രകാരം അവരുടെ പഠന ജീവിതത്തെ അവർ ക്രമപ്പെടുത്തുകയും ചെയ്തപ്പോൾ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം വരെയും അവർ വലിയ ഉന്നത നിലവാരം അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും അല്ലായിരുന്നു പഠന ജീവിതം. പക്ഷേ ഈ വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന ഈ ഇംഗ്ലീഷിലുള്ള ഈ പുസ്തകം കഴിഞ്ഞ വർഷം വാങ്ങിച്ച മക്കൾക്ക് കൊടുത്തതിന് ശേഷം ഈ മക്കൾ അതിലെ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരാൻ തുടങ്ങി. കാരണം അതിന് വ്യക്തമായ തെളിവുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ വിന്നേഴ്സ് ഫാക്ടറിയുടെ ഏറ്റവും പുറകിൽ മൈ അക്കാഡമിക് പ്രോഗ്രസ് എന്ന് പറഞ്ഞ ഉള്ള കാര്യങ്ങൾ, അവരുടെ നിലവാരം എഴുതുവാനുള്ള കാര്യങ്ങളുണ്ട്. ആ പേജാണ്. ഇതിൻ്റെ ഓരോ ഭാഗത്തും 2 മക്കളുടെയും മാർക്കിന്റെ ശതമാനം എഴുതിയിട്ടുണ്ട്. ഈ ആൻറ്റിയുടെ മകളായ നിധിയുടെ മാർക്ക് അതിപ്രകാരമാണ്: ഇംഗ്ലീഷിന് 100-ൽ 94, ഇംഗ്ലീഷിന് 100-ൽ 94, ഹിന്ദിക്ക് 100-ൽ 92, മാത്സിന് 100-ൽ 94, ഫിസിക്സിന് 100-ൽ 97, കെമിസ്ട്രിക്ക് 100-ൽ 98, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ബയോളജിക്ക് 100-ൽ 99, ടോട്ടൽ 574 മാർക്ക് വാങ്ങി കർത്താവ് ഈ ഒരു പുസ്തകത്തിലെ കാര്യങ്ങൾ. ഇതിന് തൊട്ടപ്പുറത്ത് അതും മകന്റെയാണ്, എല്ലാം A ആണ് കിട്ടിയിരിക്കുന്നത്. മകൻ്റെതാണ്, ശരത്തിൻ്റെതാണ് ഇപ്പുറത്ത് കാണുന്നത് അല്ലേ? അതെ, ശരത്തിൻ്റെത് എല്ലാം പെർസെൻറ്റേജ്, എല്ലാം A, എല്ലാത്തിലും 100, 90, 90, 80 അങ്ങനെ എല്ലാത്തിലും. ഇത് അതിൻ്റെ പേജാണ്, അതിൻ്റെ അകത്തുള്ള പേജ്. സാധാരണ കുട്ടികൾക്ക് ഇതുപോലെ ഒരു പുസ്തകം കിട്ടിയാൽ അത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ദിസ് ഈസ് എ വെൽ റെഡ് ബുക്ക്, പല പ്രാവശ്യം നന്നായി വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഷേപ്പിലേക്ക് ഇതായിപ്പോയത്. ഇതിനകത്തേക്ക് നോക്കിയാൽ ഈ കുട്ടികൾ നന്നായിട്ട് ഇത് വായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, എല്ലാ കുട്ടികളും ഇത് ശരിയായ രീതിയിൽ ബുക്ക് പലരും യൂസ് ചെയ്യില്ല. പക്ഷേ മൈ അക്കാഡമിക് പ്രോഗ്രസ് എന്ന് പറയുന്ന ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള ചില ഫില്ല് ചെയ്യാനുള്ള പേജസ് ഉണ്ട്. അവിടെ അവർ ഓരോ പ്രാവശ്യം കിട്ടുന്ന മാർക്ക് എഴുതി കൃത്യമായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ദിസ് ഈസ് റിയലി ഗ്രേറ്റ്. അമ്മയുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ പലരും പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ കൊണ്ടുപോയി ഷെൽഫിൽ വയ്ക്കാനാണെങ്കിൽ ആ കാശ് കളയരുത്. പക്ഷേ ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ പ്രേ ഡയറിയിലാണെങ്കിൽ അവർ കൃത്യമായി പ്രാർത്ഥനാ വിഷയം എഴുതി അതിൽ കൊടുത്തിട്ടുള്ള 50ഓളം പ്രാർത്ഥനകൾ ഏതാണോ ഫിറ്റ് ചെയ്യുന്നത് അത് നോക്കി പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കർത്താവ് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ആശിഷന്മാരെ വായിച്ച് പലർക്കും ആന്തരിക സൗഖ്യങ്ങൾ ലഭിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിന്നേഴ്സ് ഫാക്ടറിയുടെ പല സാക്ഷ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ബ്രദർ, ഇന്ന് മാതാപിതാക്കന്മാർ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ജീൻസോ അല്ലെങ്കിൽ ഒരു ടീഷർട്ടോ ഒരു ഷർട്ടായിരിക്കും എടുത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചുടിദാറോ. പക്ഷേ ഈ അമ്മ ചെയ്തത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു സമ്മാനമായി ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് വാങ്ങിച്ചു കൊടുത്തത്. മാതാപിതാക്കന്മാർ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമ്മാനമായി കൊടുക്കുന്നത്. മറ്റതെല്ലാം നശിച്ചു പോകും. പക്ഷേ ഇത് ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് മക്കളുടെ ഭാവിയിൽ വലിയ അനുഗ്രഹമാവുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം, 10 കോടി രൂപ ഓരോ കുട്ടിയുടെയും പേരിൽ FD ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പ്രേ ഡയറിയോ വിന്നേഴ്സ് ഫാക്ടറിയോ ആശിഷുമാരെയോ അതുപോലുള്ളൊരു പുസ്തകം. നിസ്സാര രൂപയേ ഉള്ളൂ. അത് വാങ്ങിച്ചു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ അവർ ജീവിക്കാൻ പഠിക്കും. എത്ര നമുക്ക് കൊടുത്തിട്ട് പോകാൻ കഴിയും, എത്ര സമ്പത്തുണ്ടാക്കി കൊടുത്തിട്ട് പോകാൻ കഴിയും. പക്ഷേ അവരുടെ ജീവിതത്തിൽ മൂല്യങ്ങളും ദൈവവിശ്വാസവും ദൈവഭയവും ഇൻകൾക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫ്യൂച്ചർ കർത്താവിൻ്റെ സന്നിധിയിൽ സെക്യൂർഡ് ആയിരിക്കും. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും ഈ മകൻ്റെ മാർക്കുകൾ 100, മാത്സിന് 100, ഇലക്ട്രിക്കൽ ടെക്നിക്കലിന് 90%, RTBMSന് 90, DTക്ക് 80, DS-ന് 80, പ്രാക്ടിക്കൽ A ആണ്. അതിനുശേഷം എഴുതി വെച്ചിരിക്കുന്നത് താങ്ക് യു ജീസസ് വെരി മച്ച് ഫോർ ഗിവിംഗ് ഫസ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച് ജീസസ്. താങ്ക് യു ജീസസ്. ആമേൻ. അത് മോൻ എഴുതിയാണ്. ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. മോനെ എന്നും ഈ ബുക്ക് വായിക്കും.
വായിച്ചു കഴിഞ്ഞിട്ട് എന്നും ഈ പുസ്തകം വായിക്കും? എന്നും വായിക്കും. മോളും മോനും രണ്ടുപേരും വായിക്കും. വെരി മച്ച് എൻകറേജ്ഡ്. കാരണം പല കുട്ടികൾ ഇതുകൊണ്ട് വീട്ടിലിരിക്കുന്നതല്ലാതെ തൊട്ട് നോക്കാറില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടത്തേക്ക് വിളിക്കുമായിരുന്നു. ഞങ്ങളെ കോൾ സെന്ററിലേക്ക് ആന്റി വിളിക്കുമായിരുന്നു. വരുന്നന്ന് ഞാൻ വിളിച്ചു. അപ്പൊ എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ മോൻ ലജ്ജിക്കാൻ ഇട വരുത്തില്ല, അവനവിടെ ഉന്നത തന്നെ. അത് മാത്രമല്ല, ഇന്ന് ആ എഞ്ചിനീയറിംഗ് കോളേജിലെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിച്ച വ്യക്തി ഈ മകനാണ്. ശരത് എന്ന് പറഞ്ഞ ഈ മകനാണ്. കൈകൾ അടിച്ച യേശുവിന് നന്ദി പറയാം. ആ സാറ് പറഞ്ഞത് അവൻ വിന്നറാണെന്നാണ്. അവൻ വിന്നേഴ്സ് ഫാക്ടറിയാ. അവൻ അത് നോക്കിയാ അതിലെ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോഴും അവൻ്റെ പഠന ജീവിത നിലവാരം ഉയർന്നതും ഇത്ര ഉയർന്ന ശതമാനം മാർക്ക് വാങ്ങിക്കുവാൻ പരിശുദ്ധാത്മാവ് ആ മകനെ സഹായിച്ചു, രണ്ട് മക്കളെയും സഹായിച്ചു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിന് നന്ദി പറയാം. കർത്താവെ, അങ്ങ് ആ ശരത്തിന് വേണ്ടിയും നിതിമോൾക്ക് വേണ്ടിയും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി പറയുന്നു. മാത്രമല്ല കർത്താവെ, ഇവിടെ നിൽക്കുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ അവരെ സഹായിക്കുമാറാകണമേ. മാത്രമല്ല, സാക്ഷ്യം കാണുന്ന എല്ലാവരെയും, ടി വിയിലൂടെ കാണുന്നവർ, ഭവനങ്ങളിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് കാണുന്നവർക്കും ഈ സാക്ഷ്യം ഒരു വലിയ വിശ്വാസത്തിനും പ്രത്യാശയ്ക്ക് കാരണമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കുന്ന മോൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവളുടെ ഫ്യൂച്ചർ കർത്താവിൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. അനുഗ്രഹത്തോടെ അയക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ ഡാമിയൻ ദുബായ് ബ്ലെസ്സിംഗ് സെന്ററിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 20 വൈകിട്ട് 5 മുതൽ 7 മണി വരെ. ഏവർക്കും സ്വാഗതം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലിരിക്കുന്ന എല്ലാവരെയും അങ്ങ് കൈനീട്ടി ഇപ്പോൾ സ്പർശിക്കണമേ. തോളെല്ലിന് പ്രയാസമുള്ള ചില വ്യക്തികൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. തോളെല്ല് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ബ്രസ്റ്റിനകത്ത് ലംബ്, മുഴകൾ ഉള്ള വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരിമാരെ കർത്താവെ അങ്ങ് അത്ഭുതകരമായി സൗഖ്യമാക്കണം. അടുത്ത ചെക്കപ്പിൽ അതുണ്ടാകരുത്, പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ദൈവമേ, അങ്ങനെ പ്രവർത്തിക്കുന്നതിനായി നന്ദി. ശ്വാസകോശങ്ങളിൽ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ബ്രോങ്കൽ ഏരിയയിലെല്ലാം പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളിൽ പലതിലും തകരാറ് സംഭവിച്ചിട്ടുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കണ്ണുകളുടെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണുകൾ സൗഖ്യമാകട്ടെ. കേൾവി ശക്തി കുറയുന്നവർ ഇപ്പോൾ തന്നെ വലിയൊരു വിടുതൽ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. അതുപോലെ വല്ലാതെ മുടി പൊഴിഞ്ഞു പോകുന്ന ചില സഹോദരന്മാരുമുണ്ട്, സഹോദരിമാരുമുണ്ട്. അവരിൽ കർത്താവ് അത്ഭുതകരമായ ഒരു വിടുതൽ കർത്താവ് കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് വളരെ സ്പെസിഫിക്കായി കർത്താവ് പറയുന്നു, മുടി വല്ലാതെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. അതുപോലെ ഹോർമോണിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം, ഹെർണിയ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൈനീട്ടി പിടിച്ചാൽ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അത്ഭുതകരമായി അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുത്തനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിലുള്ള അലർജികൾ, സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. ആസ്മ സൗഖ്യമാകട്ടെ. ഓർമ്മക്കുറവ് മാറിപ്പോകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ അങ്ങ് കൊടുത്തതിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നും നാളെയുമായി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ നടക്കുകയാണ്. ദുബൈയിൽ നടക്കുന്നുണ്ട്, കോട്ടയത്ത് നടക്കുന്നുണ്ട്, നാളെ കിളിമാനൂരിൽ നടക്കുന്നുണ്ട്. എല്ലാറ്റിലേക്കും സ്വാഗതം ചെയ്യുന്നു. അവിടെ വരുമ്പോൾ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള പുസ്തകങ്ങൾ, CD ഒക്കെ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. വരാൻ കഴിയാത്തവർക്ക് തപാൽ മാർഗം ഫോണിൽ വിളിച്ചാൽ മതി. തപാൽ മാർഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ ഓൺലൈൻ ആയി നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാം. കർത്താവ്
ഒത്തിരി ഒത്തിരി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന ആ പ്രത്യേക പ്രെയറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ച ദിവസം, അവധി ദിവസമുള്ളവരെല്ലാം വന്ന് സംബന്ധിക്കുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ദൈവവചനം എല്ലാറ്റിനെയും മറയ്ക്കുന്നു. വെൽക്കം ബാക്ക് ടു ബൈബിൾ ഇൻ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: മനുഷ്യപുത്രൻ എത്ര ദിവസം ഭൂമിയുടെ അന്തർഭാഗത്തുണ്ടാകുമെന്നാണ് യേശു പറഞ്ഞത്? How many days and nights did Jesus say the Son of Man would remain in the heart of the earth? Options: A 30, B 40, C 2, D 3. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.